ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹാവിക്കുട്ടനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് വേറെ ആരുമില്ല, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ കൃഷ്ണയും ആളുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ ആളുടെ സിസ്റ്ററും കൂടിയാണ് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു വിസിറ്റായിരുന്നു കേട്ടോ ഇവരുടേത്. അതാ അവിടെ നിൽക്കുന്നതാണ് കേട്ടോ ആളുടെ ഹസ്ബൻഡ്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ല, അപ്പുറത്തെ എൻ്റെ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹാവിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രസ്സൊക്കെ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ കാണിക്കുകയാണ്. അവരിതാ പൂവായിട്ടോ. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പകുതി എത്തിയപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നല്ല, ഞാൻ വിട്ടുപോയി കൈസ്, ഞാൻ മറന്നുപോയി. അപ്പോൾ അവളുടെ പരാതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അത് വേറെ ഒന്നല്ല, ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുപോലെ തന്നെ ആൾക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആളുടെ ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ എന്തായാലും ഇത്ര ലോങ് ഒന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അവൾ വരില്ല എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ ഡെലിവറിക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള സ്കീമിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവർ പെട്ടെന്ന് മഴ വരുന്നുണ്ട്, അപ്പോൾ മഴ എത്തുന്നതിന് മുന്നേ അങ്ങോട്ട് എത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ്. മാത്രമല്ല നമുക്ക് വണ്ടി മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ മെല്ലെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. പിന്നെ ഇതാ അവൾ എൻ്റെ അടുത്ത് ചോദിക്കണത് എന്താണെന്നറിയോ, ഞാൻ ഇപ്പോൾ പഴയ പോലെ ഉണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അത് എല്ലാവരും ചോദിക്കില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ആരെങ്കിലുമൊക്കെ കണ്ടു വെച്ചാലും ഞാൻ ചോദിക്കും കേട്ടോ. അതൊരു ശീലമായിപ്പോയി. പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ, വേറെ ഒന്നല്ല, അവിടുത്തെ കോഴിക്കോടത്തെ സ്ലാങ്ങും അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കേട്ടോ. ആളുടെ ഹസ്ബൻഡ് കാറെടുത്ത് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോവുകയാണ്, ഇവരെ കയറ്റാതെ പോവുകയാണെന്ന് വിചാരിച്ചിട്ടോ. അല്ല, ആൾ വണ്ടി തിരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുകയാണ്. പിന്നെ ആളിപ്പോൾ മെല്ലെ മെല്ലെ കോഴിക്കോട് സ്ലാങ്ങൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾ ഭയങ്കര കത്തിയടിയാണ്, അതുപോലെ തന്നെ ചളിയാണ്. ഞാൻ വിചാരിച്ച കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറും, കുറച്ച് മെച്ചോർഡാവും എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൾ പഴയ പോലെ തന്നെയാണ്. അതിനേക്കാളും കുറച്ച് കൂടിയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ LKG തൊട്ടിട്ട് +2 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. +1 +2 ഞങ്ങൾ വേറെ കോഴ്സായിരുന്നു, പക്ഷേ ലാംഗ്വേജ് ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. അന്ന് തൊട്ട് ഈ ഒരു ടൈം വരെ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്നും ടെക്സ്റ്റും അതുപോലെ തന്നെ വിളിയും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ അവർ പോവായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്